എല്ലാവർക്കും എജുനെറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് എത്തിക്സ് ആണ്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ എത്തിക്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കുന്നു, എത്തിക്സിൻ്റെ നേച്ചർ നോക്കുന്നു, സ്കോപ്പ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമേ എത്തിക്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ആദ്യമേ എത്തിക്സ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ എത്തിക്സിൻ്റെ ഒരു എറ്റിമോളജിക്കൽ മീനിങ് ആണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. ദ വേർഡ് എത്തിക്സ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് ഈത്തോസ് വിച്ച് മീൻസ് ക്യാരക്ടർ. എത്തിക്സ് എന്ന് പറയുന്ന വാക്ക് ഡിറൈവ് ചെയ്തത് ഗ്രീക്ക് പദമായിട്ടുള്ള ഈത്തോസിൽ നിന്നാണ്. ഈത്തോസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്തെന്നാണ്? ക്യാരക്ടർ എന്നാണ്. ആൻഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് മോഴ്സ്. അപ്പം മോറൽ എന്ന് പറയുന്ന വാക്ക് ഡിറൈവ് ചെയ്യുന്നത് മോഴ്സ് എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ഈത്തോസിൻ്റെ അതേ മീനിങ് തന്നെയാണ് മോഴ്സിൻ്റെയും, വിച്ച് മീൻസ് കസ്റ്റം ഓർ ക്യാരക്ടർ. മെക്കൻസി ഡിഫൈൻസ് എത്തിക്സ് ആസ് ദ സ്റ്റഡി ഓഫ് വാട്ട് ഈസ് റൈറ്റ് ഓർ ഗുഡ് ഇൻ ഹ്യൂമൻ കോണ്ടക്ട്. പിന്നെ നമുക്ക് എന്താണ് കോട്ട് ചെയ്ത് എഴുതേണ്ടതാണ്. എത്തിക്സിൻ്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ എഴുതണം. എത്തിക്സ് എന്ന് പറയുന്നത് എന്താണ്? ദ സ്റ്റഡി ഓഫ് വാട്ട് ഈസ് റൈറ്റ് ഓർ ഗുഡ് ഇൻ ഹ്യൂമൻ കോണ്ടക്ട്. ഹ്യൂമൻ കോണ്ടക്റ്റിൽ എന്താണ് റൈറ്റ് ആയിട്ടുള്ളത്, എന്താണ് ഗുഡ് ആയിട്ടുള്ളത്, അതിനെക്കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ്. അപ്പോൾ റൈറ്റും ഗുഡും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. റൈറ്റും ഗുഡും നമുക്ക് താഴെ എന്താണെന്ന് നോക്കാം. അപ്പോൾ എന്താണ് ഡെഫിനിഷൻ കഴിഞ്ഞിട്ടില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയാം: ഓർ ദ സയൻസ് ഓഫ് ദ ഐഡിയൽ ഇൻവോൾവ് ഇൻ കോണ്ടക്റ്റ്. നമ്മുടെ കോണ്ടക്റ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഐഡിയൽസിനെ കുറിച്ചിട്ടുള്ള സയൻസാണ്. അപ്പം നമ്മൾ എന്താണ് ആദ്യത്തെ ജസ്റ്റ് ഒരു സെൻറ്റൻസ് ഉണ്ട്: എത്തിക്സ് ഇസ് ദ സയൻസ് ഓഫ് കോണ്ടക്റ്റ്. സിമ്പിളായിട്ട് നമുക്ക് പറയാം എത്തിക്സ് എന്ന് പറയുന്നത് സയൻസ് ഓഫ് കോണ്ടക്റ്റ് ആണ്, അല്ലെങ്കിൽ സയൻസ് ഓഫ് ക്യാരക്ടറാണ്, നമ്മുടെ സ്വഭാവത്തെക്കുറിച്ചിട്ടുള്ള സയൻസാണ്. ഇറ്റ് കൺസിഡേഴ്സ് ദ ആക്ഷൻസ് ഓഫ് ഹ്യൂമൻ ബീങ് വിത്ത് റെഫറൻസ് ടു ദ റൈറ്റ്നെസ് ഓർ റോങ്നെസ്. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം എത്തിക്സിൻ്റെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് എന്താണ്? ആക്ഷനാണ്, അല്ല വോളണ്ടറി ആക്ഷനാണ്. മനുഷ്യൻ അവൻ്റെ ഇച്ഛയോട് കൂടിയിട്ട് ചെയ്യുന്ന ആക്ഷൻസിലാണ് ആര് ഫോക്കസ് ചെയ്യുന്നത്? എത്തിക്സ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ ആക്ഷൻ്റെ റൈറ്റ്നെസ്സും റോങ്നെസ്സും ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ സൊസൈറ്റിയുടെ വാല്യൂസിൻ്റെയും നോംസിൻ്റെ അടിസ്ഥാനത്തിലാണ്. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു വ്യക്തി അവൻ ഏത് സൊസൈറ്റിയിലാണോ ഒരു പ്രവൃത്തി ചെയ്യുന്നത്, ആ സൊസൈറ്റിയുടെ നോംസിൻ്റെയും വാല്യൂസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ ഒരു പ്രവൃത്തിയെ ജഡ്ജ് ചെയ്യുന്നത്. അപ്പം ആ ഒരു സൊസൈറ്റിയുടെ നോംസിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് ആണ് അവൻ ആ ഒരു ആക്ട് ചെയ്യുന്നതെങ്കിൽ ആ ആക്ട് റോങ് ആയിരിക്കും. നേരെ മറിച്ച് ആ സൊസൈറ്റിയിലുള്ള വാല്യൂസിനെ നോംസിനെ കൺഫേം ചെയ്തുകൊണ്ടാണ് അവൻ ആ ഒരു ആക്ട് ചെയ്യുന്നതെങ്കിൽ ആ ആക്ട് റൈറ്റ് ആക്ട് ആയിരിക്കും, ശരിയായിട്ടുള്ളൊരു പ്രവൃത്തിയായിരിക്കും. അപ്പം ഈ പറയുന്ന നോംസും വാല്യൂസും സമയം മാറുന്നതനുസരിച്ചിട്ട്, സ്ഥലം മാറുന്നതനുസരിച്ചിട്ട് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ ചെയ്യുന്ന ഒരു ആക്ട് ഇവിടെ ചിലപ്പോൾ ശരിയായിരിക്കും, പക്ഷെ നമ്മളതൊരു അമേരിക്കൻ സൊസൈറ്റിയിൽ നമ്മൾ അതേ ആക്ട് ചെയ്യുമ്പോൾ അവിടെ അതെന്തായിരിക്കും? തെറ്റായിരിക്കും. അതിനർത്ഥം എന്താണ്? സ്ഥലം മാറുന്നതനുസരിച്ചിട്ട്, സമയം മാറുന്നതനുസരിച്ചിട്ട് എന്ത് മാറിക്കൊണ്ടേയിരിക്കും? സൊസൈറ്റിയുടെ നോംസും വാല്യൂസും മാറിക്കൊണ്ടേയിരിക്കും, ശരി തെറ്റുകൾ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പം എന്താണ് സിമ്പിളായിട്ട് എത്തിക്സ് എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ അവിടെ പറയുന്നുണ്ട്, നമ്മൾ ആ ഒരു ഡെഫിനിഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് എത്തിക്സ് ഈസ് ദ സ്റ്റഡി വിച്ച് ഡിറ്റർമൈൻസ് റൈറ്റ്നെസ് ഓർ റോങ്നെസ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം എത്തിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സയൻസാണ്. ആ സയൻസാണ് എന്ത് തീരുമാനിക്കുന്ന? ഒരു ആക്ഷൻ്റെ റൈറ്റ്നെസ്സും റോങ്നെസ്സും തീരുമാനിക്കുന്നത്. ഇനി റൈറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ദ ടേം റൈറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ റെക്ടസ്. അപ്പം റൈറ്റ് എന്താണെന്ന് ഷോർട്ട് നോട്ടായിട്ട് ചോദിച്ചേക്കാം. റൈറ്റ് എന്ന് പറയുന്ന വാക്ക് ഡിറൈവ് ചെയ്തത് ലാറ്റിൻ പദമായിട്ടുള്ള റെക്ടസിൽ നിന്നാണ്. അതിൻ്റെ മീനിങ് എന്താണ്? സ്ട്രെയിറ്റ് എന്നാണ്, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു റൂൾ. അതായത് നിയമം അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന എന്തിനേയും നമ്മൾ എന്തെന്നാണ് പറയുന്നത്? റൈറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് റൈറ്റ് എന്ന് പറയുന്ന വാക്ക് ഡിറൈവ് ചെയ്തത് ലാറ്റിൻ പദമായിട്ടുള്ള റെക്ടസ് ആണ്. റെക്ടസ് ആണ് എന്തെന്ന് പറയുന്നത്? അക്കോർഡിംഗ് ടു റൂൾ, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്, നിയമം അനുസരിച്ചിട്ട് ചെയ്യുന്നത്, സ്ട്രെയിറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, വെൻ വി സേ ദെൻ ദാറ്റ് ഈസ് കോണ്ടക്റ്റ് ഈസ് റൈറ്റ്, വി മീൻ പ്രൈമർലി ദാറ്റ് ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു റൂൾ. അപ്പോൾ എന്താണ് നമ്മുടെ കോണ്ടക്റ്റ് റൈറ്റ് ആണ് എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാണ്? നമ്മുടെ സ്വഭാവം നല്ലതാണെന്ന് പറയുന്നത് എപ്പോഴാണ്? നമ്മൾ എപ്പോഴാണോ നിയമത്തെ അതേപോലെ അനുസരിക്കുന്നത്, അപ്പോഴാണ് നമ്മുടെ സ്വഭാവം എന്താകുന്നത്? റൈറ്റ് ആകുന്നത്. ഇനി ഗുഡ് എന്താണെന്ന് നോക്കാം. ദ ടേം ഗുഡ് ഈസ് കണക്റ്റഡ് വിത്ത് ദ ജർമ്മൻ ഗട്ട്. ജർമ്മൻ ടേമായിട്ടുള്ള ഗട്ടിൽ നിന്നാണ് ഗുഡ് എന്ന് പറയുന്ന വാക്ക് ഡെറൈവ് ചെയ്തത്. എ തിങ് ഈസ് ജനറലി സെഡ് ടു ബി ഗുഡ് വെൻ ഇറ്റ് ഈസ് വാല്യുബിൾ ഫോർ സം എൻഡ്. അപ്പോൾ ഒരു വസ്തു എപ്പോഴാണ് ഗുഡ് ആകുന്നത്?
വെൻ ഇറ്റ് ഈസ് വാല്യുബിൾ ഫോർ സമ്മിൻ്റെ, അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുമ്പോഴാണ്, അതിൽ നിന്ന് അത് വാല്യുബിൾ ആകുമ്പോഴാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു റിസൾട്ട് ഉണ്ടാകുമ്പോഴാണ് അത് എന്താകുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു ലക്ഷ്യത്തിലോട്ട് എത്തിച്ചേരാൻ അത് നമ്മളെ അതൊരു മാർഗമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമ്പോഴാണ് അത് എന്തായിട്ട് മാറുന്നത്, ഗുഡായിട്ട് മാറുന്നത്. ഓക്കെ, എന്താണ് thus we can say that science of ethics is concerned with the rightness or goodness of human conduct. ഓൾറെഡി മുകളിൽ പറഞ്ഞത് തന്നെയാണ്. നമുക്ക് എന്തെന്ന് പറയാം, സയൻസ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കൺസേൺ എന്ന് പറയുന്നത് എന്താണ്, ഹ്യൂമൻ കോണ്ടക്റ്റിൻ്റെ റൈറ്റ്നെസ്സും ഗുഡ്നെസ്സും ആണ്. ഓക്കെ, ഇനി നമുക്ക് നേച്ചർ ഓഫ് എത്തിക്സ് നോക്കാം. എത്തിക്സ് എന്ന് പറയുന്നത് എന്താണ്? എത്തിക്സ് ഈസ് എ നോർമാറ്റീവ് സയൻസ്. എത്തിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നോർമാറ്റീവ് സയൻസ് ആണ്. അപ്പോൾ സയൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയുമ്പോൾ സയൻസിനെ നമ്മൾ പ്രധാനമായിട്ട് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് നോർമാറ്റീവ് സയൻസും രണ്ടാമത്തേത് പോസിറ്റീവ് സയൻസും. പോസിറ്റീവ് സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാക്റ്റിനെ കുറിച്ചിട്ട് പറയുന്ന, അല്ലെങ്കിൽ ഫാക്റ്റിനെ കുറിച്ചിട്ട് പഠിക്കുന്ന സയൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പോസിറ്റീവ് സയൻസ് അഥവാ നാച്ചുറൽ സയൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പോലുള്ള സയൻസ് എല്ലാം വരുന്നത് നാച്ചുറൽ സയൻസ് അഥവാ പോസിറ്റീവ് സയൻസിലാണ്. അവർ വസ്തുതകളെ കുറിച്ചിട്ടാണ് അവർ പഠിക്കുന്നത്. അല്ലെങ്കിൽ അവരെന്തിനെങ്കിലും കുറിച്ചിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഫാക്റ്റ് ആയിരിക്കും. അതിന് നമുക്ക് എന്താണ്, എക്സ്പീരിയൻസിലൂടെ അല്ലെങ്കിൽ ഒബ്സർവേഷനിലൂടെ നമുക്കതിനെ എന്ത് ചെയ്യാൻ സാധിക്കും, വെരിഫൈ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്ലാന്റിൻ്റെ സെൽസിനെ കുറിച്ചിട്ട് പഠിക്കണം, അതൊരു ഫാക്റ്റാണ്. പ്ലാന്റ് സെല്ല് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിളിച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും. അതൊരു വസ്തുതയാണ്, അല്ലെങ്കിൽ അതൊരു വസ്തുവാണ്, നമുക്കത് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. നേരെ മറിച്ച് നോർമാറ്റീവ് സയൻസ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് നോംസ് ആണ്. നമ്മുടെ സെൻസ് ഓർഗൻസിലൂടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത സ്റ്റാൻഡേർഡ്സ്, ഐഡിയൽസ്, നോംസ്, ഇതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നോർമാറ്റീവ് സയൻസ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് എത്തിക്സ് എന്ന് പറയുന്നത്? എന്താണ്? നോർമാറ്റീവ് സയൻസ് ആണ്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് വാട്ട് ഓട്ട് ടു ബി ഡൺ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, റാദർ ദാൻ വാട്ട് ഈസ് ദ കേസ്. നമ്മളിവിടെ എന്താണ് ഈ ഒരു ഫാക്റ്റ് എന്നുള്ളതല്ല നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, നമ്മൾ വസ്തുതകളല്ല പറയുക. ഒരു മനുഷ്യൻ എങ്ങനെ നല്ല വ്യക്തിയാകാം, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയാണ്. നമ്മൾ എന്താണ് എന്നുള്ളതല്ല പഠിക്കുന്നത്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു വ്യക്തി എങ്ങനെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത്. ഇറ്റ് ഡിഫേഴ്സ് ഫ്രം പോസിറ്റീവ് സയൻസ്. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം നോർമാറ്റീവ് സയൻസ് എന്ന് പറയുന്നത് എന്തിൽ നിന്നും ഡിഫറെൻ്റ് ആണ്, അല്ലെങ്കിൽ എന്തിൽ നിന്നും വ്യത്യസ്തമാണ്, പോസിറ്റീവ് സയൻസിൽ നിന്നും വ്യത്യസ്തമാണ്. എ പോസിറ്റീവ് സയൻസ്, നാച്ചുറൽ സയൻസ് ഓർ ഡിസ്ക്രിപ്റ്റീവ് സയൻസ് ഈസ് കൺസേൺഡ് വിത്ത് വാട്ട് ഈസ്, ആസ് ഇറ്റ് ഈസ് ആയിട്ടുള്ള ഫാക്റ്റിനെ കുറിച്ചിട്ട് മാത്രമാണ് പോസിറ്റീവ് സയൻസ് ഡീൽ ചെയ്യുന്നത്. നാച്ചുറൽ ഒബ്ജക്ട്സിനെ കുറിച്ചിട്ടാണ് പോസിറ്റീവ് സയൻസ് ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് എ ഫാക്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദം ബൈ ദർ കോസ്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്നത് വസ്തുതകളെയാണ്. അപ്പോൾ ആ വസ്തുതകളെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന നാച്ചുറൽ സയൻസ് അഥവാ പോസിറ്റീവ് സയൻസ് ഫാക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതിൻ്റെ കോസസ് വെച്ചിട്ടാണ്, അതിൻ്റെ കാരണങ്ങൾ വെച്ചിട്ടാണ്. ബട്ട് എത്തിക്സ് ഡസ് നോട്ട് ഡീൽ വിത്ത് ഫാക്റ്റ്. പക്ഷേ എത്തിക്സ് എന്തിനെ കുറിച്ചിട്ടല്ല പറയുന്നത്, ഫാക്റ്റിനെ കുറിച്ചിട്ടല്ല പറയുന്നത്, റാദർ ഇറ്റ് ഡീൽസ് വിത്ത് വാല്യൂസ്. എത്തിക്സ് എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, മോറൽ വാല്യൂസിനെ കുറിച്ചിട്ടാണ്, മൂല്യങ്ങളെക്കുറിച്ച്. അതൊരിക്കലും നമുക്കൊരാളെ കൊണ്ട് കാണിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കാനോ ഒന്നും സാധിക്കില്ല. ദെർഫോർ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് എത്തിക്സ് ഈസ് കൺസേൺഡ് വിത്ത് ജഡ്ജ്മെൻറ്റ് ഓഫ് വാല്യൂസ്. അപ്പോൾ എത്തിക്സിൻ്റെ കൺസേൺ എന്ന് പറയുന്നത് എന്താണ്, വാല്യൂസിനെ ജഡ്ജ് ചെയ്യുക എന്നുള്ളതാണ്, ജഡ്ജ്മെൻറ്റ് ഓഫ് വാല്യൂസ് ആണ്. വൈൽ പോസിറ്റീവ് സയൻസ് ഡീൽസ് വിത്ത് ജഡ്ജ്മെൻറ്റ്സ് ഓഫ് ഫാക്ട്. പോസിറ്റീവ് സയൻസ് എന്ന് പറയുന്നത് എന്താണ്, ജഡ്ജ്മെൻറ്റ്സ് ഓഫ് ഫാക്റ്റ് ആണ്, ഫാക്റ്റിനെ കുറിച്ചിട്ടുള്ള ജഡ്ജ്മെൻറ്റ്സ് ആണ് അവിടെ വരുന്നത്. ദാറ്റ് ഈസ് വൈ എത്തിക്സ് ഈസ് നോട്ട് എ പോസിറ്റീവ് സയൻസ്. അതുകൊണ്ടാണ് നമ്മൾ എത്തിക്സിനെ എന്തല്ല എന്ന് പറയുന്നത്, പോസിറ്റീവ് സയൻസ് അല്ല എന്ന് പറയുന്നത്, ബട്ട് എ നോർമാറ്റീവ് സയൻസ്. എത്തിക്സ് എന്താണ്, നോർമാറ്റീവ് സയൻസ് ആണ്. നോർമാറ്റീവ് എത്തിക്സ് ഡീൽസ് വിത്ത് സ്റ്റാൻഡേർഡ് ഓർ നോംസ് ബൈ വിച്ച് വി ക്യാൻ ജഡ്ജ് ഹ്യൂമൻ ആക്ഷൻസ് ടു ബി റൈറ്റ് ഓർ റോങ്. അപ്പം നോർമാറ്റീവ് എത്തിക്സ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ്സിനെയും നോംസിനെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹ്യൂമൻ ആക്ഷൻ നമ്മൾ റൈറ്റ് ആണോ റോങ് ആണോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഒരു വ്യക്തിയുടെ പ്രവൃത്തി ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കുന്ന നോംസിനെയും സ്റ്റാൻഡേർഡ്സിനെയാണ് നോർമാറ്റീവ് എത്തിക്സ് എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നോക്കാനുള്ളത് എത്തിക്സ്
ഈസ് നോട്ട് എ പ്രാക്ടിക്കൽ സയൻസ്. എത്തിക്സ് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, ഒരു പ്രാക്ടിക്കൽ സയൻസ്. ഇത് നേച്ചറാണ് കേട്ടോ. നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, അതിനുശേഷം നമ്മൾ പറയുന്നത് എന്താണ്, എത്തിക്സിൻ്റെ നേച്ചറാണ്. നമ്മൾ ഓൾറെഡി ആദ്യത്തെ നേച്ചർ പറഞ്ഞു. എത്തിക്സ് എന്ന് പറയുന്നത് എന്താണ്, എത്തിക്സ് ഈസ് എ നോർമാറ്റീവ് സയൻസ്. ഇപ്പം നമ്മൾ പറയുന്നത് എന്താണ്, എത്തിക്സ് നോട്ട് എ പ്രാക്ടിക്കൽ സയൻസ്. എത്തിക്സ് എന്ന് പറയുന്നത് എന്തല്ല, ഒരു പ്രാക്ടിക്കൽ സയൻസ് അല്ല. എത്തിക്സ് cannot properly ബി ഡിസ്ക്രൈബ്ഡ് ആസ് പ്രാക്ടിക്കൽ. എത്തിക്സിനെ ഒരിക്കലും നമുക്ക് എന്തായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കില്ല, പ്രാക്ടിക്കൽ സയൻസ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കില്ല. ഇറ്റ് മസ്റ്റ് കണ്ടന്റ് ഇറ്റ് സെൽഫ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ദ നേച്ചർ ഓഫ് ദ ഐഡിയൽസ്. ഓൾറെഡി പറഞ്ഞു, പ്രധാനമായിട്ടും ഇതെന്തിനാണ് ഫോക്കസ് ചെയ്യുന്ന, ഐഡിയൽസിനെയും സ്റ്റാൻഡേർഡ്സിനെയും നോംസിനെയൊക്കെയാണ്. ആൻഡ് മസ്റ്റ് നോട്ട് ഹോപ്പ് ടു ഫോർമുലേറ്റ് റൂൾസ് ഫോർ ഇറ്റ്സ് അറ്റൈൻമെൻറ്റ്സ്. ഒരിക്കലും നമ്മളൊരു ഐഡിയൽ ഉണ്ടായിരിക്കും, ഐഡിയൽ അറ്റൈൻ ചെയ്യാനുള്ള മാർഗങ്ങളെയല്ല എത്തിക്സ് പറയുന്നത്, മാർഗങ്ങളെ കുറിച്ചിട്ടല്ല പറയുന്നത് അല്ലേ. എത്തിക്സിൽ ഇപ്പം നമ്മൾ പല എത്തിക്സും ഇന്ത്യൻ ഫിലോസഫിയിൽ പറഞ്ഞപ്പോൾ അവിടെ എന്താണ്, കുറേയധികം നമ്മൾ മോക്ഷത്തിലോട്ട് എത്തിച്ചേരാനുള്ള മാർഗങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അത് എന്തായിട്ട് മാറുവാണ്, ഒരു പ്രാക്ടിക്കൽ സയൻസ് ആയിട്ട് മാറുവാണ്. നേരെ മറിച്ച് നമ്മൾ ഇവിടെ എത്തിക്സ് നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ വെസ്റ്റേൺ എത്തിക്സിലോട്ട് പറയുമ്പം, എത്തിക്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ലക്ഷ്യത്തിലോട്ട് എത്തിച്ചേരാനുള്ള, അല്ലെങ്കിൽ ഒരു ഐഡിയലിലോട്ട് എത്തിച്ചേരാനുള്ള ഒരു മാർഗമല്ല. അതുകൊണ്ട് തന്നെ എത്തിക്സിനെ നമുക്ക് എന്തായിട്ട് പറയാൻ സാധിക്കില്ല, ഒരു പ്രാക്ടിക്കൽ സയൻസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. ഹെൻസ് മോസ്റ്റ് റൈറ്റേഴ്സ് ഓൺ എത്തിക്സ് ഹാവ് പ്രിഫേർഡ് ടു ട്രീറ്റ് ഇറ്റ് ആസ് എ പ്യുവർലി സ്പെക്കുലേറ്റീവ് റാദർ ദാൻ ആസ് എ പ്രാക്ടിക്കൽ സയൻസ്. അപ്പം എത്തിക്സിലുള്ള കൂടുതൽ ഓതേഴ്സും എത്തിക്സിനെ എന്തായിട്ടാണ് കാണുന്നത്, ഒരു സ്പെക്കുലേറ്റീവ് സയൻസ് ആയിട്ടാണ് കാണുന്നത്. ഒരിക്കലും എന്തായിട്ടല്ല കാണുന്നത്, പ്രാക്ടിക്കൽ സയൻസ് ആയിട്ടല്ല കാണുന്നത്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഒബ്സർവ് ദാറ്റ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് എത്തിക്സ് as normative does not involve the view that it has any direct bearing on practice. ഇപ്പോൾ ഓൾറെഡി ആദ്യം പറഞ്ഞത് തന്നെയാണ്, നമ്മൾ എന്താണ് പറഞ്ഞത്, ഡിസ്ക്രിപ്ഷൻ ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത് എന്താണ്, നോർമാറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രാക്ടിക്കലായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല. ഇറ്റ് ഈസ് ദ ബിസിനസ് ഓഫ് നോർമാറ്റീവ് സയൻസ് ടു ഡിഫൈൻ ആൻ ഐഡിയൽ. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് എന്താണ്, ഐഡിയൽസിനെ എന്ത് ചെയ്യുക, ഡിഫൈൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. സൊസൈറ്റിയിലെ നോംസിനെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, നോട്ട് ലേ ഡൗൺ റൂൾസ് ഫോർ ഇറ്റ്സ് അറ്റൈൻമെൻറ്റ്. അപ്പോൾ ഐഡിയൽസിലോട്ട് എത്തിച്ചേരാനുള്ള ഒരു മാർഗം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എത്തിക്സ് ഈസ് നോട്ട് എ പ്രാക്ടിക്കൽ സയൻസിൽ പറയാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്, എത്തിക്സ് ഈസ് നോട്ട് ആൻ ആർട്ട്. എത്തിക്സ് എന്ന് പറയുന്നത് എന്തല്ല, ഒരു ആർട്ടല്ല. എത്തിക്സ് ഈസ് നോട്ട് ആൻ ആർട്ട്. എത്തിക്സ് ഡസ് നോട്ട് ടീച്ചസ് ആൻ ആർട്ട് ആസ് ടു ഹൗ ടു ലീഡ് എ മോറൽ ലൈഫ്. നമ്മൾ മുകളിൽ പറഞ്ഞായിരുന്നു, എത്തിക്സ് എന്ന് പറയുന്നത് എന്തല്ല, ഒരു ഐഡിയൽ ലൈഫിലോട്ട്, അല്ലെങ്കിൽ ഒരു മോക്ഷത്തിലോട്ട്, അല്ലെങ്കിൽ ഒരു മോറൽ ലൈഫിലോട്ട് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു മാർഗമല്ല. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ആർട്ട് നമ്മൾ പഠിക്കുമ്പോൾ ആർട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് അല്ലേ, നമ്മൾ ഒരു മാർഗമാണ് പഠിപ്പിക്കുന്നത്, ഒരു ലക്ഷ്യത്തിലോട്ട് നമ്മളെ എത്തിച്ചേർക്കാനുള്ള ഒരു മാർഗമാണ് അല്ലേ. അപ്പോൾ എത്തിക്സിനെ നമ്മളൊരു ആർട്ടായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും നമ്മളെ പഠിപ്പിക്കുന്നത്, ഹൗ ടു ലീഡ് എ മോറൽ ലൈഫ്, എങ്ങനെ ഒരു മോറൽ ലൈഫ് നമുക്ക് നയിക്കാം എന്നുള്ളതായിരിക്കും പഠിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ എന്താണ്, എത്തിക്സ് ഡസ് നോട്ട് ടീച്ചസ് ആൻ ആർട്ട് ആസ് ടു ഹൗ ടു ലീഡ് എ മോറൽ ലൈഫ്, എങ്ങനെ ഒരു മോറൽ ലൈഫ് നയിക്കാം എന്നുള്ളതല്ല നമ്മളെ എത്തിക്സ് പഠിപ്പിക്കുന്നത്. റാദർ ഇറ്റ് ഹെൽപ്സ് us to justify rightness or goodness which can lead to the supreme goal of human life, that is to realize the summum bonum of human life. അപ്പോൾ ഇവിടെ എന്താണ്, റാദർ ഇറ്റ് ഹെൽപ്പ് us to justify rightness or goodness. ഇതെന്താണ്, റൈറ്റ്നെസ്സിനെയും ഗുഡ്നെസ്സിനെയും ജസ്റ്റിഫൈ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. വിച്ച് ക്യാൻ ലീഡ് ടു ദ സുപ്രീം ഗോൾ ഓഫ് ഹ്യൂമൻ ലൈഫ്. ആ റൈറ്റ്നെസ്സും ഗുഡ്നെസ്സും ആണ് നമ്മൾ എന്തിലോട്ട് നയിക്കുന്നത്, ഹ്യൂമൻ ലൈഫിൽ ആ സുപ്രീം ഗോളിലോട്ട്, അല്ലെങ്കിൽ ആ ഒരു സാൽവേഷനിലോട്ട് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ എന്താണ് ഇത്, നമ്മളെ എന്താണ് ഈ എത്തിക്സ് പ്രധാനമായിട്ടും നമ്മളെ സഹായിക്കുന്നത് എന്താണ്, നമ്മുടെ കോണ്ടക്റ്റിലുള്ള റൈറ്റ്നെസ്സിനെയും ഗുഡ്നെസ്സിനെയും ജസ്റ്റിഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, എത്തിക്സ് ഈസ് നോട്ട് എ മീൻസ് ടു ദ ഹയസ്റ്റ് ഐഡിയൽ ഓഫ് ഹ്യൂമൻ ലൈഫ്. എത്തിക്സ് എന്ന് പറയുന്ന ഒരു മാർഗമല്ല, നമ്മളെ എന്തിലോട്ട് കൊണ്ടെത്തിക്കുന്ന, ഹ്യൂമൻ ലൈഫിൻ്റെ ഹയസ്റ്റ് ഐഡിയലിലോട്ട് കൊണ്ടെത്തിക്കുന്ന ഒരു മാർഗമല്ല. ബട്ട് ലൈക്ക് ദ
പ്രാക്ടിക്കൽ സയൻസ് പോലെ നമ്മുടെ ഐഡിയലിലോട്ട് അല്ലെങ്കിൽ ഹ്യൂമൻ ലൈഫിൻ്റെ ഹയസ്റ്റ് ഐഡിയലിലോട്ട് കൊണ്ടെത്തിക്കുന്ന മാർഗമല്ല. ആർട്ട് ഈസ് ഓൾസോ എ മീൻസ് ഫോർ ഒബ്റ്റെയിനിങ് എ ഗോൾ. ആർട്ട് എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ആർട്ട് നമ്മളെപ്പോഴും എടുക്കുന്ന ഒരു മാർഗമായിട്ടാണ്, ഒരു ലക്ഷ്യത്തിലോട്ട് എത്തിച്ചേരാൻ. പ്രാക്ടിക്കൽ സയൻസ് പോലെ തന്നെ ആർട്ടും എന്താണ്, ഒരു മാർഗമാണ് നമ്മുടെ ഒരു ലക്ഷ്യത്തിലോട്ട് നമ്മളെ കൊണ്ടെത്തിക്കാൻ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഒരിക്കലും എത്തിക്സ് എന്താകില്ല, ഒരു ആർട്ടാകില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് പറയാം, സോ എത്തിക്സ് ഈസ് നൈദർ എ പ്രാക്ടിക്കൽ സയൻസ് നോർ ആൻ ആർട്ട്. എത്തിക്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രാക്ടിക്കൽ സയൻസും അല്ല, ഒരു ആർട്ടും അല്ല. ഇത്രയും കാര്യങ്ങളാണ് നേച്ചർ ഓഫ് എത്തിക്സിൽ നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് എത്തിക്സിൻ്റെ സ്കോപ്പിനെ കുറിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം.